നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് ന്യൂസിനകത്ത് സ്റ്റെഫി ജയിലിൽ ചാടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്. അപ്പൊ വാർത്താ ചാനലിനകത്ത് അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അമ്മ നേരെ കാർത്തിയുടെ അടുത്തേക്ക് എല്ലുവാണ്. കാർത്തിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മോളെ ആ സ്റ്റെഫി ഉണ്ടല്ലോ, അവള് ജയിലിൽ ചാടിയെന്ന്. ജയിലിൽ ചാടിയെന്നോ? അതെ, ഇപ്പൊ ന്യൂസിനകത്ത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത്. കിരണിനോട് പിന്നീട് ലക്ഷ്മിയമ്മയും കാർത്തിയെ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. കിരണിനോട് പറഞ്ഞു, മോനെ അവള് ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അത് ആപത്താന്ന് പറഞ്ഞു. കാരണം അവള് ജയിലിൽ ചാടിയിട്ടുണ്ടെങ്കിൽ ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ പുറത്തുണ്ടല്ലോ, ചെന്നൈയിലൊക്കെ അവന് നല്ല പിടിപാടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്ന. അങ്ങനെയാണെങ്കിൽ അവൻ മരിച്ചെന്നറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരും വെറുതെ ഇരിക്കില്ല. മിക്കവാറും സ്റ്റെഫി അവരെ കാണാനായിട്ട് ചെല്ലും. അവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കാന്ന് പറഞ്ഞു. ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, പേടിക്കണ്ട ലക്ഷ്മിയമ്മേ, ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറഞ്ഞു. എന്നാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ അപകടകാരിയാണ്, അറിയാലോ. എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ്. പ്രത്യേകിച്ച് ഗംഗാപ്രസാദം മരിച്ചെന്നറിഞ്ഞുകൊണ്ട് ഇനി അവൾക്കൊരു സമാധാനം ഉണ്ടായിരിക്കില്ല. മനോഹറാണ് കൊന്നെന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു. പക്ഷെ മനോഹർ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലായതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരിക്കും. എന്നാലും മോനെ, നീ ഒന്ന് സ്റ്റേഷനിലേക്ക് പോണം. മനോഹറിനോടൊക്കെ കാര്യങ്ങൾ കണ്ട് സംസാരിക്കണം. ഒരു കാരണവശാലും അവനൊരു ആപത്തും സംഭവിച്ചു കൂടാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ കല്യാണി മോളുടെ കാര്യങ്ങളൊക്കെ, കാരണം എപ്പോഴും അവളുടെ അടുത്താണെങ്കിൽ ഒരാള് വേണം. ഈ സമയത്ത് കിരൺ പറഞ്ഞു, അവളുടെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് കരുതിയിരിക്കണം. കാരണം ഗംഗാപ്രസാദിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് സ്റ്റെഫി അടങ്ങിയിരിക്കില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പം എപ്പോഴും പുറത്തൊക്കെ പോവാണെങ്കിലും ഒരു കണ്ണ് വേണം. ആരാ എന്താ എപ്പോഴാ വരുന്നതെന്നും പറയാൻ പറ്റില്ല. ചിലപ്പം അവന്മാര് ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടോന്നും അറിയില്ല. അത് കേട്ടപ്പം കാർത്തിക പറഞ്ഞു, അവന്മാരിങ്ങോട്ടേക്ക് വരട്ടെ. പണ്ട് ഗംഗയെ ഞാൻ ഇല്ലാതാക്കേണ്ട ഒരു തോക്ക് ഞാൻ കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഞാൻ തലയണിക്കിടയിൽ ഒളിപ്പിച്ചാ കിടക്കണേന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാർത്തിയെ. ചിലപ്പോൾ അവരെങ്ങനെ ഏത് നിമിഷം എങ്ങനെ വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ സമയം ലക്ഷ്മിയൻ പറഞ്ഞു, മോനെ നീ സ്റ്റേഷനിൽ വരെയൊന്നും എത്രയും പെട്ടെന്ന് തന്നെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ കിരണിനെ സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിട്ടു. ഈ സമയത്ത് കല്യാണിന്റെ അടുത്തേക്ക് കാർത്തിക ലക്ഷ്മിയമ്മയും ചെല്ലുവാണ്. അതിനുശേഷം സ്റ്റെഫി പുറത്തിറങ്ങിയ കാര്യങ്ങളൊക്കെ പറയാണ്, ജയിലിൽ ചാടിയ കാര്യങ്ങളൊക്കെ. സാധാരണ ഗംഗാപ്രസാദായിരുന്നു ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നേ. പക്ഷെ ഇവള് ജയിലിൽ ചാടുക എന്ന് പറഞ്ഞാല് അപ്പൊ അവൾക്ക് അസാമാന്യ ബുദ്ധിശക്തി ഉള്ളതുകൊണ്ടല്ലേ ജയിലിൽ ചാടിയത്. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ജയിലിൽ ചാടാൻ പറ്റുമോ? വനിതാ സെല്ലിൽ ചാടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. സാധാരണ പെണ്ണുങ്ങളാരും ചെയ്യുന്ന കാര്യമല്ല. കല്യാണി പറഞ്ഞു, അങ്ങനെയാണ് സൂക്ഷിക്കണം. കാരണം അവൾക്ക് ചിലപ്പോൾ വാശിയും വൈരാഗ്യം കാണും. അവളെ അകത്താക്കാനായിട്ട് ഞാനും അതുപോലെ തന്നെ കാർത്തികയ്ക്കൊക്കെയാലും മുൻകൈ എടുത്തേ. പ്രതികാരം ചെയ്യാനായിട്ടായിരിക്കും അവൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഗംഗയെ കൊന്നവരോടുള്ള പ്രതികാരം, പിന്നെ ഗംഗയുടെ ശത്രുക്കളോടുള്ള പ്രതികാരം, അത് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല മോളെ. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത്രയും വരെയൊക്കെ കാര്യങ്ങൾ എത്തിയിട്ട് ഇനിയിപ്പം അവൾക്ക് പിടി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ അവളെയും കൂടെ ആരെങ്കിലും അങ്ങ് തീർത്താൽ മതിയായിരുന്നു, കുറച്ച് സമാധാനം കിട്ടിയാനെന്നൊക്കെ പറഞ്ഞു. ഈ സമയത്ത് കിരൺ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സിയെ ഉണ്ടായിരുന്നു. അങ്ങനെ മാർട്ടിനെ കയറി കാണുന്നുണ്ട്. മാർട്ടിനെ കണ്ടു കഴിഞ്ഞപ്പോൾ മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണൂല അല്ലേന്ന് ചോദിച്ചു. സ്റ്റെഫി ജയിലിൽ ചാടിയ കാര്യങ്ങളൊക്കെ അതൊക്കെ അറിഞ്ഞു സാറേ. അവള് അപകടകാരിയാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? അവൾ എന്തിനും ഏതിനും മുതിർന്നിട്ടാ ചാടിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് കാണാതെ അവൾ പുറത്ത് ഒന്നും ചെയ്യത്തില്ല. ചിലപ്പോൾ അവളെ സഹായിക്കാനായിട്ട് പുറത്ത് ആൾക്കാർ കാണും. അവളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ ആരെന്നൊക്കെ അറിയാലോ. അത് കേട്ടപ്പോ കിരൺ പറഞ്ഞു, അതൊക്കെ അറിയാം സാറേ എന്ന് പറഞ്ഞു. സൂക്ഷിക്കണം. കിരണും കല്യാണിയും ഒക്കെ സൂക്ഷിക്കേണ്ട ആൾക്കാരാ. അതോടൊപ്പം തന്നെ അവളുടെ വാശിയും വൈരാഗ്യവും ഒക്കെ ഏറ്റവും കൂടുതൽ മനോഹറിനോടായിരിക്കും. മനോഹറല്ലേ ഗംഗാപ്രസാദിനെ കൊന്നേ. മിക്കവാറും അവളും അവളുടെ ആൾക്കാരും ഇവിടെ വന്നിട്ട് മനോഹറിനെ എന്തെങ്കിലും ചെയ്യാൻ വഴിയുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ മനോഹറിനെ ജയിലിലേക്ക് മാറ്റാനായിട്ടാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കോടതി ഹാജരാക്കിയിട്ട് അവനെ ജയിലിലേക്ക് പറഞ്ഞു വിടണം. അല്ലെങ്കിൽ അപകടമാണ്, അവന്റെ ജീവന് തന്നെ ആപത്താന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, ഒരു കാരണവശാലും അവനൊരു പോറല് പോലും ഏക്കല്ല സാറേ. കാരണം അവനാണ് ഗംഗാപ്രസാദിനെ ഇല്ലാതാക്കിയത്. അവനെ പോലുള്ള കൊടും കുറ്റവാളി ഇല്ലാതാക്കിയതാ. ഞങ്ങളെ കൊണ്ട് അതിന് സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾക്കൊക്കെ സംരക്ഷണം തരാൻ വേണ്ടിയിട്ട് അവനങ്ങനെ ചെയ്ത, ഞങ്ങളുടെയൊക്കെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാ.
അങ്ങനെയുള്ള അവന് സംരക്ഷണം കൊടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂടെയാന്ന് പറഞ്ഞു. ഈ സമയം CI പറഞ്ഞു, കിരണേ, അവൾ എന്തേലും തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കാനായിട്ട് വരുന്നവളാ. കൊല്ലാനും ചാവാനും മടിയില്ലാത്ത അവളുടെ ഉദ്ദേശം മിക്കവാറും തീർക്കണ്ടവരെയൊക്കെ തീർത്തിട്ട് നേരെ ഗംഗാപ്രസാദിന്റെ അടുത്തേക്ക് പോകാനായിരിക്കും. അതിനിടയ്ക്കും ചത്താലും അവൾക്ക് പ്രശ്നമില്ലായിരിക്കും. അങ്ങനെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ കാണും. ചിലപ്പോൾ ചാവേറായിട്ടായിരിക്കും വരുന്നത്. ഒരു ബോംബായിട്ട് വന്ന് പൊട്ടിത്തെറിക്കാനായിരിക്കും അവൾ ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ട് ഉണ്ടായിരിക്കുന്നത്. അവളുടെ സ്വഭാവമായതുകൊണ്ട് അതൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പേരിൽ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടുമെന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, സാറിനൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഞങ്ങള് മാക്സിമം അന്വേഷിക്കുന്നുണ്ട്, നാനാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. അവൾ പോകാൻ സാഹചര്യമുള്ള സ്ഥലങ്ങള്, പിന്നെ ഗംഗാപ്രസാദിന്റെ കൂട്ടാളികള്, അവരൊക്കെ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ തന്നെയുണ്ട്. പക്ഷെ ജയിലിൽ ചാടാനായിട്ട് അവൾ അതിവിദഗ്ധയായിരുന്നു. അപ്പൊ പിന്നെ അവള് ആ ബുദ്ധി എന്താണെങ്കിലും വീണ്ടും കാണിക്കും. ഗംഗാപ്രസാദിന്റെ കൂടെ നടന്നവളല്ലേ, അപ്പൊ അവൾക്ക് അതിൻ്റെതായ ബുദ്ധിയും കാര്യങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അത് ശരിയാ, അല്ല എനിക്ക് മനോഹറിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനെന്താ, കയറി കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ മനോഹറിനെ കാണാനായിട്ട് സെല്ലിന്റെ അരിയിലേക്ക് എത്തുവാണ്. കിരൺ ചോദിച്ചു, സ്റ്റെഫി പുറത്തിറങ്ങിയ കാര്യം അറിഞ്ഞായിരുന്നെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞു കിരൺ സാറേ, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് മനോഹറെ, ഞങ്ങളല്ല സൂക്ഷിക്കണ്ടേ, നീയാ സൂക്ഷിക്കണ്ടേ. കാരണം നിനക്കറിയാലോ അവൾക്ക് ഏറ്റവും കൂടുതൽ ശത്രുത ഉണ്ടായിരിക്കുന്ന നിന്നോടൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. മനോഹർ പറഞ്ഞു, എന്നെ തീർത്തോട്ടെ, എന്നാലും സാരമില്ല. പക്ഷെ ഒരു കാരണവശാലും സാറിന് ഒരു ആപത്ത് സംഭവിച്ചുകൂടാ. എന്നെ തീർക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെയും തീർത്തിട്ടേ പോകത്തുള്ളൂ. ഇപ്പൊ എനിക്ക് പേടിയൊന്നുമില്ല സാറേ. മുമ്പേ ആയിരുന്നു എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ഭയമൊന്നുമില്ല. പക്ഷെ സാറും കല്യാണിമാടോ കാർത്തിമാടോ അവരോടൊക്കെ ഒന്ന് സൂക്ഷിച്ചോളാൻ പറയണം. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട. നിനക്ക് സംരക്ഷണം ഉറപ്പായിട്ട് ഞാൻ തന്നിരിക്കും. എന്റെ ജീവൻ പോയാലും ശരി, നിനക്ക് ഒരാപത്ത് വരെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. മനോഹറിന് മനസ്സിലായി കിരണിന് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ കിരൺ പിന്നീട് വേലുവിനെ വിളിക്കുന്നുണ്ട്. വേലുവിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്, സ്റ്റെഫി പുറത്തിറങ്ങിയ കാര്യം. കാരണം വേലുവും രതീഷും ഒക്കെ സൂക്ഷിക്കണമല്ലോ. അവരോടൊക്കെ ഈ പറയുന്ന സ്റ്റെഫിക്ക് ശത്രുത ഉണ്ട് താനും. ഈ സമയം സ്റ്റെഫി എന്ത് ചെയ്തു, തന്റെ കൂട്ടാളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ 1-2 പേരുണ്ടായിരുന്നു ഗംഗാപ്രസാദിന്റെ. അങ്ങനെ അവര് ഒരു ഒളിത്താവളത്തിലായിരുന്നു. പിന്നീട് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുവാണ്. അവനാ മനോഹർ, അവനാണ് ഗംഗയെ കൊന്ന്. അങ്ങനെയാണെങ്കിൽ അവനെയും വെറുതെ വിടില്ല. അപ്പോഴേക്കും ഗംഗയുടെ കൂട്ടാളികൾ ഒരാൾ ചോദിച്ചു, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിന്റെ പ്ലാൻ എന്താന്ന് ചോദിച്ചു. പ്ലാനോ, അവൻ എന്താണെങ്കിലും കോടതിയിലേക്ക് കൊണ്ടുപോകുമല്ലോ. കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ വഴിക്ക് വെച്ച് എവിടെയെങ്കിലും വെച്ച് അവനെ എനിക്ക് തീർക്കണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒരുത്തൻ ചോദിച്ചു, അല്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിടികൂടില്ലെന്ന് ചോദിച്ചു. പിടികൂടാനോ, ഒരിക്കലും ഇല്ല. അതിനൊക്കെ എന്തെങ്കിലും പ്ലാൻ തയ്യാറാക്കണമെന്ന് പറഞ്ഞു. ഒരു കാരണവശാലും പിടികൊടുക്കരുത്, അവനെ തീർക്കണം. തീർത്തിട്ട് എനിക്ക് 2-3 പേരെയും കൂടെ തീർക്കാനുണ്ട്. അതിനുശേഷം എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല. എന്റെ ഗംഗയ്ക്ക് സമാധാനമാണെങ്കിൽ, അവന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ തീർത്തേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം കൂട്ടാളികളും, ശരിയാ, എന്തിനും ഏതിനും ഞങ്ങൾ കൂടെയുണ്ട്, എന്ത് ചെയ്യണമെന്ന് നീ ഒന്ന് പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. സ്റ്റെഫി പറഞ്ഞു, ഞാൻ ഇത്ര റിസ്ക് എടുത്ത് ഇറങ്ങിയത് പോലും അവരെ തീർക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറയണം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുക. എന്തൊക്കെ പ്ലാൻ തയ്യാറാക്കിയെന്ന് പറഞ്ഞാലും അവൾക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഇനി അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നാലോ അവൾ ഉറപ്പായിട്ടും പിടികൂടുക തന്നെ ചെയ്യും. കിരണക്കല്ലേ ആള്. കിരണൊന്നും ഇനി അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. സ്റ്റെഫിയും കൂട്ടാളികളും കണ്ടെത്തും. അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ വരവേ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.